മാജിക് മോർണിംഗ് ബി മോർണിംഗ്. മാജിക് 2132 സെഷനിലേക്ക് ബി മാജിക് ലീഡേഴ്സ്, ഫൗണ്ടേഴ്സ്, മെമ്പേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദ ഷീ റോസ് എന്ന ടോപ്പിക്കിൽ സെഷൻ ലീഡ് ചെയ്യുവാൻ സ്പീക്കറായ ശ്രീഷ ഷിബു മാമിനെ ക്ഷണിക്കുന്നു. വെൽക്കം മാം. Hi, Magic Morning. Magic morning. Magic morning, ma'am. Thank you all. Magic morning. Magic morning. ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലെ? ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഞാൻ മൊബൈൽ ഡാറ്റയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ഇടയ്ക്കൊന്ന് സ്റ്റക്ക് ആവുകയാണെങ്കിൽ ഒന്ന് പറയണേ. കേൾക്കുന്നുണ്ട് മോളെ, കേൾക്കുന്നുണ്ട്. മാജിക് മോർണിംഗ്. So before starting, thank you all of you and the Magic leaders, my mentor Shaimina ma'am, giving this opportunity. എനിക്ക് ഈ ഒരു അവസരം തന്നതിന്, എനിക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കാനുള്ള ഒരു പ്രോത്സാഹനവും മോട്ടിവേഷനും ഒക്കെ തന്നതിന് എല്ലാവർക്കും എന്റെ നന്ദി. ഇതിനു മുന്നേ ഞാനൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് മെൻസ് ഡേക്ക് ആയിരുന്നു, മെൻസിനെ പറ്റിയിട്ട്. അപ്പോൾ കഴിഞ്ഞ മാസം വുമൻസ് ഡേ ആയിരുന്നു. അപ്പോൾ വുമൻസിനെ പറ്റി ഒരു സെഷൻ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ ടോപ്പിക്കിന്റെ പേര് ഷീറോസ് എന്നാണ്. അപ്പൊ അതിൽ ചെറിയൊരു തിരുത്തുണ്ടായിരുന്നു. ഇന്നലെ പോസ്റ്റർ വന്നതിന് ശേഷമാണ് ജസ്റ്റ് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടത്. ഷീറോസ് റോസാപ്പൂ അല്ല, ഷീറോസ്. നമ്മൾ ഹീറോ എന്ന് പറയുമ്പോൾ അതിന്റെ മുന്നിൽ എസ് ആഡ് ചെയ്തു. അതായത് ഹീറോ എന്ന് പറയുമ്പോൾ നായകൻ എന്നാണ് അതിന്റെ ഒരു അർത്ഥം. അതുപോലെ തന്നെ ഷീറോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തില് എന്താ പറയാ, ഓരോരോ ബുദ്ധിമുട്ടുകളെ അതിജീവിച്ച്, ഓരോരോ പ്രശ്നങ്ങളെ അതിജീവിച്ച് വന്ന് നമുക്ക് മാതൃകയായിട്ടുള്ള സ്ത്രീകളെ വിളിക്കുന്ന ഒരു പേരാണ് ഷീറോസ്. നമുക്ക് ഷീറോസ് ഹാങ് ഔട്ട് എന്ന് പറഞ്ഞ കുറച്ച് കഫേകളൊക്കെ ഉണ്ട് ഇന്ത്യയിൽ. അത് ലക്നൗ, ആഗ്ര എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ ഒരു കൂട്ടം സ്ത്രീകൾ നടത്തുന്ന ഒരു കഫേയാണ്. അവര് ആസിഡ് അറ്റാക്കിൽ നിന്നും അതിജീവിച്ച് വന്ന ഒരു കൂട്ടം സ്ത്രീകളാണ്. അപ്പൊ ജസ്റ്റ് ആ ഒരു ടോപ്പിക്കിനെ പറ്റി ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോർമലി നമ്മളൊരു ലേഡീസിന്റെ ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ബി മാജിക്കിലുള്ള നമ്മൾ ഏകദേശം എല്ലാവരും രാവിലെ എണീക്കുന്നുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ അതൊക്കെ എഴുതി ഒരു പോസിറ്റീവായിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഒരു ശരാശരി ഒരു സ്ത്രീയുടെ ജീവിതം എന്ന് പറയുന്നത്, അവർ രാവിലെ എണീക്കുന്നു, നേരെ കിച്ചണിലേക്ക് കയറുന്നു, വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് തീർത്തതിന് ശേഷം വർക്കിംഗ് വുമൻസ് ആണെങ്കിൽ അവർ പുറത്തേക്ക് ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു, ഹസ്ബൻഡിന്റെ കാര്യം, കുട്ടികളുടെ കാര്യം. വീണ്ടും വൈകുന്നേരം ആവുന്നു, ഇതേ കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു ജീവിതമായിരിക്കും ഒട്ടുമിക്ക സ്ത്രീകളുടേത്. ഇതിനിടയ്ക്ക് അവർക്ക് അവരുടെ ഹെൽത്ത് നോക്കാനോ, മെന്റൽ ഹെൽത്ത് നോക്കാനോ, ചിലപ്പോൾ ഹോബീസ്, പാഷൻ ഇതൊന്നും ഫോളോ ചെയ്യാൻ ഒരു ടൈം ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതിൽ ഒരു ഫസ്റ്റ് ടോപ്പിക്, എനിക്കൊരു ഫസ്റ്റ് കാര്യം ഹൈലൈറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ഹെൽത്തിനെ പറ്റിയിട്ടാണ്. ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ എല്ലാവർക്കും ഓരോരോ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നവരാണ്. അപ്പൊ ഈ ഒരു സ്ത്രീകളുടെ കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഓരോ ഏജ് ഗ്രൂപ്പിലും അവർ ഓരോ പ്രശ്നങ്ങളായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. ഒരു 10 to 20 years എന്ന് പറയുമ്പോൾ ആ ഒരു ഏജിലാണ് സാധാരണ പെൺകുട്ടികൾക്ക് PCOD, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ വന്നു തുടങ്ങിയത് PCOD, PCOS മുതലായ ഒരുപാട് അസുഖങ്ങൾ ആ ഒരു സമയത്ത് കാണപ്പെടുന്നുണ്ട്. അപ്പൊ ചില ആൾക്കാർ അതിനെ നന്നായി തന്നെ ഹാൻഡിൽ ചെയ്യുന്നവരുണ്ടാവും, ഡോക്ടറെ കൺസൾട്ടേഷൻ എടുക്കും. ഇപ്പോഴും പല ആൾക്കാർക്കും ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല. അതൊരു ലൈഫ് സ്റ്റൈൽ രോഗമാണെന്നും അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ളതും പലർക്കും ഇപ്പോഴും മനസ്സിലാവാത്ത കാര്യമാണ്. അത് കൂടുതൽ സംഭവിക്കുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന്, ഇപ്പോഴത്തെ ഒരു ഫുഡിന്റെ രീതി, പിന്നെ കുട്ടികളിലുണ്ടാവുന്ന ഹോർമോൺ ഇംബാലൻസ്, അതിൽ നിന്നൊക്കെയാണ് ഇത് നടക്കുന്നത്. ഒരുപാട് റീസൺസ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒരു യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ ഇതിന്റെ ഒരു വീഡിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവും, അവർ ഒരുപാട് റീസൺസ് പറയുന്നുണ്ട്. അതൊരു 20 വരെ ആയിരിക്കും അതിന്റെ ഒരു സ്റ്റാർട്ടിങ്. എന്നാൽ ഇത് നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ 20 to 30 yearsലും അവരുടെ ഒരു നല്ലൊരു ലൈഫിലേക്ക് കിടക്കുന്ന സമയത്തും അവർ ഇതേ പ്രശ്നം തന്നെയായിരിക്കും ഹാൻഡിൽ ചെയ്യപ്പെടുന്നുണ്ടാവുക. മാരേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ബേബി പ്ലാനിങ്ങിലും അവർ ഇതേ ഇഷ്യൂസ് തന്നെയായിരിക്കും നേരിടേണ്ടി വരിക. അതുപോലെ തന്നെയാണ് തൈറോയിഡും ഇതിന്റെ ബാക്കിയായിട്ട് വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ശരീരം ശ്രദ്ധിക്കാതെ വരുമ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഓരോരോ മാറ്റങ്ങള്, പിന്നെ ഒരുപാട് പേര് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടാവും, അതിന്റെയൊക്കെ ഒരു ഇമ്പാക്ട് എന്ന നിലയിലും ഈ ഒരു അസുഖങ്ങൾ വരും. ഇപ്പൊ 20 വരെ വരുന്നതിൽ ഞാനിപ്പം മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് PCODയും PCOSും ഈ ഒരു തൈറോയിഡും ആണ്. പിന്നെ ഈ ഒരു 30 ഒക്കെ ആകുമ്പോഴേക്കായിരിക്കും ഒട്ടുമിക്ക ആൾക്കാർ, ഒരു ഭൂരിഭാഗം പേരും ഒരു ബേബി ലൈഫിലേക്ക് കിടക്കുന്നുണ്ടാവും, പുതിയ മദർഹുഡിലേക്ക് കിടക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ പറയണ ഒരു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ഇപ്പൊ ഒരുപാട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണിത്. ഇതിനു മുന്നേ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഈ പോസ്റ്റ്പാർട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും അറിയത്തിണ്ടായിരുന്നില്ല. ഒരു കഴിഞ്ഞ 5 വർഷമായിട്ടാണ് ഇതിങ്ങനെ ഒരുപാട് ചർച്ച ചെയ്യാൻ തുടങ്ങിയത്.
ഒരാളൊരു അമ്മയായി കഴിഞ്ഞു കഴിയുമ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. ഏറ്റവും വലുതാണ് അവരുടെ ഉറക്കം നഷ്ടപ്പെടുക. പിന്നെ അവർക്ക് വേണ്ടിയിട്ടൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ ഉണ്ടാവത്തില്ല. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അവരുടെ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് വരും. അത് മൂഡ് സ്വിങ്സ് ആയിട്ട്, മെന്റലി കുറെ മൂഡ് സ്വിങ്സ് ആയിട്ട് വരും, ഡിപ്രഷൻ, പിന്നെ ഓരോരോ ചൈൽഡ് ട്രോമാസ് ആയിരിക്കും അന്നേരം തലപൊക്കി വരുന്നുണ്ടാവുക. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിലൂടെ ആയിരിക്കും അവർ ആ ഒരു മൊമെന്റിൽ കടന്നു പോകുന്നുണ്ടാവുക. അത് നമ്മൾ ചുറ്റുമുള്ളവർ ഒരു പക്ഷെ മനസ്സിലാക്കണമെന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കി അവരെ കൂടെ നിർത്തി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അവർക്ക് വേണ്ടി നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം, അവരെ കൂടുതൽ കെയർ ചെയ്യാം. പിന്നെ നമുക്ക് ഡോക്ടറെ കൺസൾട്ടേഷൻ എടുക്കാം, നല്ലൊരു കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും. ഈ ഒരു സിറ്റുവേഷനിൽ കൂടുതൽ മെഡിറ്റേഷൻ, യോഗ, ധ്യാനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിനുശേഷം പിന്നെ വന്നു കഴിയുമ്പോൾ ഒരു 30-35 വയസ്സ് കഴിയുമ്പോഴായിരിക്കും അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ബോഡി വീക്ക്നെസ്സിലേക്ക് പോകും. അതായത് മസിൽ സ്ട്രെങ്ത് നന്നായി കുറയുന്നുണ്ടാവും. മസിൽ സ്ട്രെങ്ത് കുറയുക, അവരുടെ പേശികളുടെ ബലം കുറയുന്നതാണ് ആ ഒരു സമയത്ത് നടക്കുന്നത്. അപ്പോ സാധാരണ ഒരു സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഇതൊന്നും അന്നേരം ചിന്തിക്കാൻ ഒരു ടൈം ഉണ്ടായിരിക്കില്ല. കുട്ടികൾ ഉണ്ടായിട്ടുണ്ടാവും, അതിന്റെ ഒപ്പം ജോബ് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങിയവരുണ്ടാവും. അവർ ആ ഒരു കാര്യത്തിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഇന്ന് നമുക്ക് നോക്കിയാൽ കാണാം, ഒത്തിരി സെലിബ്രിറ്റീസ് ആണെങ്കിലും ഒരുപാട് ആൾക്കാരാണെങ്കിലും ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പൊ നമ്മളത് പൊതുവെ വിചാരിക്കുന്ന വെറുതെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണെന്നായിരിക്കും. ഒരിക്കലും അല്ല. നമുക്ക് ആ ഒരു സമയത്താണ് കൂടുതൽ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യേണ്ടി വരിക. വെയിറ്റ് ലിഫ്റ്റിംഗ്, നമുക്ക് സ്ട്രെങ്ത് ആൻഡ് എക്സസൈസുകൾ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതൊക്കെ കൂടുതൽ ചെയ്താൽ മാത്രമേ നമ്മുടെ ബോഡി ആ ഒരു എന്താ പറയുക ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു പേശികളുടെ ബലം കുറയുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ബാലൻസ് ചെയ്യാൻ പറ്റും. അത് സ്റ്റാർട്ട് ചെയ്യുക 30-35 ഏജ് മുതലായിരിക്കും. അതും ഒരു പ്രായത്തിൽ വരുന്ന ഒരു മറ്റൊരു പ്രശ്നമാണ്. ഇത് കഴിഞ്ഞ് ഒരു 45-50 ഒക്കെ ആകുമ്പോഴേക്കുമാണ് അടുത്തൊരു ഹെൽത്ത് ഇഷ്യൂസ് അല്ല, ഒരു ലൈഫ് സ്റ്റൈലിൽ വരുന്ന ഒരു നമ്മുടെ ലൈഫിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് മെനോപോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർത്തവ വിരാമം എന്ന് പറയും. ആ ഒരു കാലഘട്ടത്തിലും ഇവർ അനുഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശം സാഹചര്യത്തിൽ കൂടി ആയിരിക്കും അന്നേരം കടന്നു പോകുന്നുണ്ടാവുക. അതൊന്നും ഇതുവരെ അങ്ങനെ ഒത്തിരി ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇത് നമ്മളിപ്പോൾ ഗൂഗിളിൽ നോക്കുമ്പോഴും ഒരുപാട് പേരോട് സംസാരിക്കുമ്പോഴും അറിയുന്ന ഒരു കാര്യമാണ്. ഇതിനു മുന്നേ ഉള്ള നമ്മുടെ അമ്മമാരോട് വീട്ടിലൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു പക്ഷെ ഇതിനെപ്പറ്റി വലിയൊരു അവയർനെസ് ഉണ്ടാവില്ല. അത് അവരുടെ ലൈഫിൽ കടന്നു പോകുന്ന ഒരു കാര്യം അത്രേ ഉണ്ടാവുള്ളൂ. ഈ ഒരു മൊമെന്റിലും ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് അവരുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. ഒത്തിരി പേര് പറയുന്ന കാര്യമാണ് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മൂഡ് സ്വിങ്സിലേക്ക് പോകുന്നുണ്ട് പലരും. അതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് അവരുടെ ബോഡി മുഴുവൻ ഹീറ്റ് ആയിരിക്കും. ആ ഹീറ്റ് കാരണമാണ് അവർക്ക് ഉറങ്ങാൻ പറ്റാത്തത്. ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുക ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് എന്തെങ്കിലും മെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു യോഗ, എന്തെങ്കിലും നിങ്ങൾക്ക് ബോഡിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ മെന്റൽ ഹെൽത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ അതെന്തൊക്കെ ചെയ്താലേ ഇക്കാര്യത്തിൽ നമുക്ക് ഗുണം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു 50 വയസ്സിൽ അവർ തുടങ്ങുന്നത് അതങ്ങനെ നീണ്ടുപോകും. പിന്നെ ഏകദേശം ആ ഒരു 60-65 വയസ്സ് കഴിയുമ്പോഴേക്കും അടുത്ത വാർദ്ധക്യത്തിന്റെ ഇഷ്യൂസ് വരുന്നതായി. ഇത്രയും ഫിസിക്കൽ എന്താ പറയാ ഇഷ്യൂസിലൂടെ ആയിരിക്കും ഒരു സ്ത്രീന്റെ ലൈഫ് ജനിക്കുമ്പോൾ മുതൽ മരണം വരെ കടന്നു പോകുന്നുണ്ടാവുക. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഫിസിക്കൽ ഹെൽത്തിനെ പറ്റിയിട്ടാണ്. ഇതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നമുക്കിവിടെ ബിമാജിക്കിൽ ഉള്ളവർക്ക് അറിയാം മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ്. പക്ഷെ പുറമേ ഉള്ള ഒരാൾക്ക് മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ പലർക്കും ഇന്നും അതൊരു തെറ്റിദ്ധാരണയാണ്. മെന്റൽ ഹെൽത്ത് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ ബോഡി എങ്ങനെയാണോ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് പോയാൽ നമുക്ക് മെഡിസിൻ എടുത്ത് നമുക്ക് ഒരു പക്ഷേ അത് ക്ലിയർ ചെയ്യാൻ പറ്റിയേക്കും. പക്ഷെ നമ്മുടെ മെന്റൽ ഹെൽത്ത് നല്ലതല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ ബാധിക്കും. പിന്നെ നമ്മുടെ ലൈഫിലേക്ക് അത് വരും. അപ്പോൾ മെന്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് ലേഡീസിന്റെ കേസിൽ ഏറ്റവും കൂടുതൽ മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സജഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതുപോലുള്ള മെഡിറ്റേഷൻ, യോഗ, അങ്ങനെയുള്ള നല്ല പോസിറ്റീവ് കമ്മ്യൂണിറ്റികളിൽ ഭാഗമാവുക. പിന്നെ എന്താ പറയാ അവരുടെ ഹോബീസ്, പാഷൻസ് അതെന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുന്നത് നന്നായിരിക്കും. അതായത് ഈ ഡെയിലി നമ്മൾ വർക്ക് ചെയ്യുന്നു, കിടന്നുറങ്ങുന്നു, വീട്ടില് കുക്ക് ചെയ്യുന്നു, കുട്ടികളെ നോക്കുന്നു, അതിലൊക്കെ ഉപരിയായിട്ട് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു തുടങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി ഒരു ഹാപ്പിനെസ് ആയിരിക്കും എല്ലാവരുടെയും ലൈഫിൽ കൊടുക്കുന്നുണ്ടാവുക. അതിൽ മെന്റൽ ഹെൽത്തിൽ ഞാനിപ്പോ ഫസ്റ്റ് ഇവിടെ ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ലേൺ സേ ടു നോ എന്ന് പറയുന്നതാണ്. നോ പറയാൻ പഠിക്കുക. നമുക്ക് ഒത്തിരി വീക്ക്നെസ് ഉണ്ടാവും. ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അവൾ ഒരുപാട് വീക്ക്നെസ്സിലൂടെ ആയിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. എന്താ പറയാ ഹസ്ബൻഡിന്റെ അടുത്ത് നോ പറയാൻ പറ്റുന്നുണ്ടാവില്ല. ഒരു പക്ഷെ പാരന്റ്സിന്റെ അടുത്ത്, കുട്ടികളുടെ അടുത്തൊക്കെ നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അത് സ്ത്രീകൾ മാത്രമല്ല കേട്ടോ. ഞാൻ ഇതിനു മുന്നേ മെൻസിന്റെ ക്ലാസ് എടുത്തപ്പോൾ അവിടെ ഞാനിത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മനുഷ്യന്റെ ഒരു പ്രശ്നമാണത്. പ്രശ്നമല്ല, നമുക്ക് അങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ട്. നമ്മളൊരു ഹ്യൂമൻ ബീങ് ആണല്ലോ.
പക്ഷെ എന്താണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയാ. ഒരു പക്ഷെ നമ്മൾ നമ്മളെ സാക്രിഫൈസ് ചെയ്ത് അവരോടുള്ള സ്നേഹം കാരണം ഓക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാലും അത് വീണ്ടും നമുക്കൊരു ബുദ്ധിമുട്ടാവുകയുള്ളൂ. നമ്മളത് സഹിച്ചു പിടിച്ച് ചെയ്യുമ്പോൾ ഒരു പരിധി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിൽ ദേഷ്യം വരും, സങ്കടം വരും. അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ എഫക്ട് ചെയ്യും. അപ്പം അത് ആവശ്യമില്ല, എനിക്ക് പറ്റാത്ത കാര്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ നോ പറയാൻ പഠിക്കുക. ആ നോ പറയാൻ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ ആ ഒരു ചേഞ്ചസ് നമുക്ക് കാണും. അതൊന്നാമത്തെ കാര്യം. അടുത്തത് മെന്റൽ ഹെൽത്തിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന ചൂസ് പീപ്പിൾ വൈസ്ലി എന്നുണ്ട്. ഇതിനു മുന്നേ നമുക്ക് സൈഫ് സാർ ആണെങ്കിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത 5 സുഹൃത്തുക്കളുടെ ആവറേജ് ആയിരിക്കും. അപ്പൊ ഈ ഒരു ചൂസ് പീപ്പിൾ വൈസ്ലി എന്ന് പറയുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ആൾക്കാര്, നമ്മൾ ചൂസ് ചെയ്യുന്ന ഗ്രൂപ്പ്, അത് നമ്മൾ വളരെ സൂക്ഷിച്ച് തന്നെ എടുക്കണം. നമ്മൾ ഏത് ഗ്രൂപ്പിനെയാണോ ചൂസ് ചെയ്യുന്നത്, ആരുടെ കൂടെയാണോ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്, അവരുടെ സ്വഭാവത്തിന്റെ ഒരു ചെറിയൊരു ഇമ്പാക്റ്റ് നമ്മുടെ സ്വഭാവത്തിലേക്കും വന്നിട്ടുണ്ടാവും. എസ്പെഷ്യലി ഇപ്പം സ്ത്രീകളൊക്കെ ആകുമ്പോൾ അവർ ഓഫീസിൽ പോകുന്നുണ്ടാവും, അല്ലെ വീട്ടിലിരിക്കുന്നവരായിരിക്കും. അതാകുമ്പോൾ അടുത്തുള്ള ആൾക്കാരുമായിട്ടായിരിക്കും അവരുടെ കൂടുതൽ കണക്ഷൻസ്, അല്ലെ റിലേറ്റീവ്സുമായിട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക എന്താണ് കൂടുതൽ അവിടെ നടക്കുന്ന ടോപ്പിക്സ്. ഗോസിപ്പ് മാത്രം നടക്കുന്ന ഒരു ഗ്രൂപ്പ് ഒരിക്കലും നമുക്ക് നല്ലതായിരിക്കില്ല. ആ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ടാവില്ല, ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടാവില്ല. ജസ്റ്റ് ഒരു ടൈം സ്പെൻഡിങ് അത്രേ ഉണ്ടാവുള്ളൂ. അതിന് പകരമായിട്ട് നിങ്ങൾ എടുക്കുന്ന ആൾക്കാർ അവർ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നതാണോ, നിങ്ങളുടെ വളർച്ചേനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, അത് നിങ്ങൾക്ക് മെന്റലി സപ്പോർട്ട് തരുന്നുണ്ടോ, ഒരു ഹാപ്പിനെസ്. അതുപോലെ തന്നെ നമുക്കിപ്പം കുറ്റം പറഞ്ഞാൽ ഹാപ്പിനെസ് കിട്ടും, പക്ഷെ അത് നമ്മുടെ സമൂഹത്തിന് ഗുണമുള്ളതാണോ എന്നും കൂടി ചിന്തിച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ സമയവും അത് നമുക്ക് വിലപ്പെട്ട സമയമാണ്. അത് എത്രത്തോളം നമുക്ക് ഉപകാരപ്പെടുന്നു എന്നറിഞ്ഞ് മുന്നോട്ട് പോയാൽ അത്രയും നല്ലതായിരിക്കും. അടുത്തതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് സെൽഫ് ലവിനെ പറ്റിയിട്ടാണ്. അത് ഒരുപാട് എനിക്കിവിടെ പറയേണ്ടി വരുമെന്ന് തോന്നുന്നില്ല, കാരണം സെൽഫ് ലവ് എന്ന് പറയുന്നത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ നമ്മളെ സ്നേഹിക്കണം. അത് ഒരു വീട്ടമ്മേനെ അല്ലെങ്കിൽ ഒരു സ്ത്രീനെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ടാവുക അവരുടെ കുട്ടികളെ, ഹസ്ബൻഡിനെ. അവർക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ അവരുടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. അതിനിടയ്ക്ക് അവർക്ക് വേണ്ടി ജീവിക്കാൻ പലപ്പോഴും മറന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു ഇത്ര ശതമാനം ഇന്നും മാറി വന്നിട്ടുണ്ട്, എന്നാൽ 80% ഇപ്പോഴും ഈ ഒരു ട്രഡീഷണൽ രീതിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സെൽഫ് ലവിലാണ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഹോബി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ പാഷൻ, അതായത് നിങ്ങൾ ചെറുതായിരുന്നപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത, നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് പഠിക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. വീണ്ടും നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്ത് അത് പഠിച്ച് നിങ്ങൾക്ക് പറ്റുന്നത് പോലെ. അവരുടെ ലൈഫ് ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച്, ഫിനാൻഷ്യൽ അനുസരിച്ച് എന്തൊക്കെയാണോ ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്യുന്നത് നമ്മുടെ സെൽഫ് ലവ് ഇൻക്രീസ് ചെയ്യും. പിന്നെ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഓരോ മെത്തേഡ്സും, രാവിലെ എണീക്കുമ്പോഴുള്ള മാജിക് മോർണിംഗ് മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ, ബുക്ക് റീഡിങ്, എക്സസൈസ്, ഇതെല്ലാം സെൽഫ് ലവിന്റെ ഭാഗം തന്നെയാണ്. നമ്മൾ ഇതിൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ പോലും അറിയുന്നുണ്ടാവില്ല, ഒരു 1 to 3 months കഴിയുമ്പോഴായിരിക്കും നമ്മുടെ ലൈഫിൽ നമുക്ക് വന്ന ചേഞ്ചസ് അറിയുന്നുണ്ടാവുക. ഞാൻ ഇതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. അപ്പോൾ നമുക്ക് ആദ്യമുള്ള കാലഘട്ടങ്ങളിൽ സെൽഫ് ലവ് ഒന്നും എന്താണെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. എനിക്ക് വേണ്ടി ഞാൻ ഓരോന്നും ചെയ്തു തുടങ്ങി എൻ്റെ ലൈഫിൽ മാറ്റം വന്നപ്പോഴാണ് അത് എത്രത്തോളം നമുക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം എനിക്ക് എൻ്റെ ലൈഫിൽ ജോലി ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, കിടന്നുറങ്ങുന്നു എന്നതിലപ്പുറം ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക ഹാപ്പിനെസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതുപോലെ തന്നെ മറ്റൊരു കണ്ടന്റ് എനിക്കിവിടെ പറയാനുള്ളത് മീ ടൈം. മീ ടൈം നമ്മൾ കേട്ടിട്ടുണ്ട്. മീ ടൈം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. ഒരു ദിവസം നമുക്കറിയാം 24 മണിക്കൂർ, ഒരു പക്ഷേ 6-7 മണിക്കൂർ നമ്മൾ ഉറങ്ങുമായിരിക്കും. അതിനുശേഷമുള്ള പകൽ സമയങ്ങളിൽ അല്ലെ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു 5 മിനിറ്റ്, 5 മിനിറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു 2 മിനിറ്റ് എങ്കിലും നമുക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. ഞാനത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നയാളാണ്. ഇപ്പൊ ഈ ഒരു ഫോണിന്റെ ഒക്കെ ഒരു ഉപയോഗം കാരണം എനിക്കൊക്കെ ഒരു 5 മിനിറ്റ് അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ചുമ്മാ കണ്ണടച്ചോ അല്ലെങ്കിൽ കുറച്ചു നേരം ടെറസിൽ പോയി വീടിന് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് സമയം അങ്ങനെ നിൽക്കും. കാരണം ഫുൾ ഡേ ഇന്ന് നമ്മൾ ഫോണിലായിരുന്നു, ലാപ്ടോപ്പിന്റെ മുന്നിലായിരുന്നു. അപ്പൊ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഒരു കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടി കുറച്ച്, അല്ലെങ്കിൽ നമുക്ക് പാട്ട് കേൾക്കാം, എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുന്ന ഒരു 2 മിനിറ്റ്, 5 മിനിറ്റ്, ഇതാണ് ഞാൻ മീ ടൈം എന്ന് പറഞ്ഞ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഒരു ടോപ്പിക്സ് കവർ ചെയ്യുമ്പം എനിക്ക് 2-3 ലൈഫ് സ്റ്റോറീസും കൂടി പറയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മെന്റൽ ഹെൽത്തിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എപ്പോഴും റോൾ മോഡലായിട്ട് കാണുന്ന, അത് എൻ്റെ ഓഫീസിൽ തന്നെ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു മാനേജറാണ്. അപ്പോൾ ആളുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്.
ആളും ഇതുപോലെ തന്നെ എന്താ പറയാ ഒരു മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് IT ഫീൽഡിലേക്ക് വന്ന ഒരാളാണ്. സോറി കേട്ടോ, ഞാൻ ഈ മെറ്റേണിറ്റി ലീവിന്റെ കാര്യം നമ്മുടെ മെന്റൽ ഹെൽത്തിൽ ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചതാണ്. ഇപ്പൊ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ ഒരു സ്ത്രീ ജോലിയിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഒത്തിരി മൾട്ടിനാഷണൽ കമ്പനികൾ പറഞ്ഞിട്ടുണ്ട് മറ്റേ ന്യൂ മോംസിന് അവരുടേതായ സപ്പോർട്ട് കൊടുക്കണം, തിരിച്ചു വന്നു കഴിയുമ്പം അവർക്ക് പഴയ പ്രൊജക്റ്റിൽ തന്നെ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു 15 വർഷം അല്ലെങ്കിൽ ഒരു 20 വർഷം മുന്നേ അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു സിറ്റുവേഷൻ. അപ്പോ ആ ഒരു ആള് വന്നു കഴിഞ്ഞപ്പം അവർ ഒത്തിരി ചലഞ്ചസ് അവർ നേരിട്ടു. അവർക്ക് കിട്ടിയ വർക്ക് പ്രഷർ ഉണ്ടാവും നമുക്ക് ഡേ ടൈം മുഴുവൻ. ഇതിന്റെ ഇടയ്ക്കായിരിക്കും ഈ കുട്ടീനെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരിക. വർക്ക് ഫ്രം ഹോം ഒക്കെ വന്നത് നമ്മുടെ കൊറോണയ്ക്ക് ശേഷമാണ്. അതിന് മുന്നേ നമ്മൾ 5 ദിവസം ഓഫീസിൽ പോകണം, അങ്ങനെയായിരുന്നു. അപ്പോ ആ സ്ത്രീ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അവർ കുട്ടീനെ ഡേ കെയറിലാക്കിയിട്ട് ജോലിക്ക് പോകാൻ വേണ്ടി തുടങ്ങി. അന്ന് അവർ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അവരുടെ സാലറി 10,000 രൂപയായിരുന്നു. അതിൽ അവർ 8,000 രൂപ 9,000 രൂപ ഡേ കെയറിൽ കൊടുത്തിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരു 1-2 മാസം കഴിഞ്ഞപ്പം അവരുടെ ഹസ്ബൻഡ് തന്നെ ചോദിക്കാൻ തുടങ്ങി, എന്തിനാണ് ജോലിക്ക് പോകുന്നത്? 1,000-1,500 രൂപ കയ്യിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു 30 ദിവസം അല്ലെങ്കിൽ ഒരു 25 ദിവസം മുഴുവൻ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. എന്നാ പിന്നെ നിനക്ക് റിസൈൻ ചെയ്ത് വീട്ടിലിരുന്നൂടെ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവരുടെ പാരന്റ്സ്, മാമിന്റെ പാരന്റ്സ് വന്നു. അവര് പറഞ്ഞു, ഞങ്ങൾ കുട്ടീനെ നോക്കിക്കോളാം, നിന്റെ ജോബ് ഒരിക്കലും നീ കളയണ്ട, ജോലി കളയാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ എത്രത്തോളം പറ്റും എന്നുള്ളത് നോക്കാന്ന്. അങ്ങനെ ആ സ്ത്രീ അതിനുശേഷം വർക്ക് ചെയ്ത് ഒരുപാട് പ്രഷർ, ഒരുപാട് ചലഞ്ചസിലൂടെ കടന്നുപോയി. അവർ നല്ലൊരു പെർഫോമർ ആയതുകൊണ്ട് അവർക്ക് അവരുടേതായ കരിയറിൽ ആ ഒരു സാലറിയിൽ ഒത്തിരി ഗ്രോത്ത് അവർക്ക് നേടാൻ പറ്റി. ഇന്ന് ഞാൻ ഈ പറയുന്ന വ്യക്തി ഇങ്ങനെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഒരു മാനേജർ ലെവലിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ 15 വർഷങ്ങൾ കഴിഞ്ഞു ഒരു മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞു വന്നിട്ട്. അന്ന് ആ ഒരു സാഹചര്യം വന്നപ്പോൾ അവരവിടെ ഒരു ബ്രേക്ക് എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന ഒരു വ്യക്തിയായിട്ട് അവർക്ക് ഒരിക്കലും വരാൻ കഴിയില്ലായിരുന്നു. അവർ സാധാരണ ഒരു വീട്ടമ്മയായി പോയേനെ. അവരുടെ ലൈഫിൽ വലിയൊരു ചലഞ്ചസ് ആണ് വന്നത്. അപ്പൊ അത് അവരുടെ പേരൻസ് കൂടെ നിന്നതുകൊണ്ടും സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമായി വന്നതുകൊണ്ട് അതൊക്കെ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ആണ്. അന്ന് അവർ അതിനു വേണ്ടി ട്രൈ ചെയ്തതുകൊണ്ട് അവർക്കത് കിട്ടി. ആ ഒരു സാഹചര്യത്തിൽ ചിലർ ചിലപ്പോൾ പതറിപ്പോവും. ഒരുപാട് എന്താ പറയാ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ ന്യൂ മോംസിനെ ഇപ്പൊ കാണുന്നുണ്ട്. അവർക്ക് മെന്റലി ഒത്തിരി അപ്സെറ്റ് ആണ്. അവർ കുട്ടികളെ വീട്ടിൽ വിട്ടിട്ട് വരുമ്പോഴാണെങ്കിലും ഡേ കെയറിൽ വിട്ടിട്ട് വരുമ്പോഴും പലരും കരഞ്ഞിട്ട് വരുന്ന കാണാറുണ്ട്. കാരണം അവർ അറ്റാച്ച്മെന്റ് ഇപ്പൊ ഉണ്ടായ കുട്ടിയാണ്. ഇപ്പൊ കുട്ടീനെ എന്താ പറയാ കുറച്ചു നേരത്തേന് മാറ്റി നിർത്തുമ്പോഴുള്ള ബുദ്ധിമുട്ട്. അപ്പൊ ഒത്തിരി ഒരു ചലഞ്ചസിലൂടെയാണ് അവർ ആ ഒരു ടൈമിൽ കടന്നുപോയത്. അതിനുശേഷം ഞാനിപ്പോ ഒരു 5 വർഷമായിട്ടാണ് ആളെ അറിയുള്ളൂ. അതിനുശേഷം ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മുടെ ബിമാജിക്കിലെ കാര്യങ്ങൾ പറയും, മെഡിറ്റേഷനെ പറ്റി ഒക്കെ പറയുമ്പോൾ അവരെനിക്ക് ഇങ്ങോട്ട് തരുന്ന കുറെ സജഷൻസ് ഉണ്ട്. നമ്മൾ ജീവിക്കുന്നത് ഒരിക്കലും എന്താ പറയാ ഒരു പർട്ടിക്കുലർ ലക്ഷ്യം ഉണ്ടാവും എല്ലാ സ്ത്രീക്കും. കുട്ടികളെ നന്നായി വളർത്തുക, ഹസ്ബൻഡിനെ നന്നായി നോക്കുക, വീട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കുക. ഇത് മാത്രം ആയിരിക്കരുത് നമ്മുടെ ലൈഫ്. നമ്മൾ നമുക്ക് വേണ്ടി കൂടി ജീവിക്കണം. അതില് മെയിനായിട്ട് ഇപ്പം എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരാള് അവരുടെ ലൈഫിൽ വീണ്ടും ഒരുപാട് ഇഷ്യൂസിലൂടെയും പേഴ്സണൽ പ്രോബ്ലംസിലൂടെയും കടന്നു പോയപ്പോൾ മറ്റൊരു കാര്യം അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അവർ ഇവിടെ ഇങ്ങനെ ഒരു IT ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഡിസ്റ്റൻസ് ആയിട്ട് സൈക്കോളജി പഠിച്ചു. യൂണിവേഴ്സിറ്റി എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു 3 വർഷത്തെ ഡിഗ്രി കോഴ്സായിട്ട് അവരൊരു സൈക്കോളജിനെ പറ്റി പഠിച്ചു. അതിലവർ സർട്ടിഫൈഡ് ആയിരുന്നു. അപ്പോൾ അത് എന്തിനാണ് അവർ ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ ഒരു പ്രശ്നം വന്നു. ആ ലൈഫിൽ പ്രശ്നം വന്നപ്പം അതും വിചാരിച്ചിരിക്കാതെ നമ്മുടെ മൈൻഡിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്യണം. പിന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് നമ്മുടെ ലൈഫിൽ വേണം. അതിനു വേണ്ടിയിട്ടാണ് അവര് ഒരു കോഴ്സ് എടുത്തു. അതും നമ്മുടെ ഒരു ഫീൽഡിൽ അത് അത്യാവശ്യമായിരുന്നു. ഇനി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണെങ്കിലും അവർക്ക് അത് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ അത് ചെയ്തതിലൂടെ അവർ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിച്ചു. അതിപ്പോ നമുക്ക് സജഷൻസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. പിന്നെ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു എന്താ പറയാ അവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് നല്ലൊരു ഡാൻസർ ആണ്. ഈ വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവരൊരു ചെറുപ്പം മുതലേ പഠിച്ച ഒരാളായിരിക്കും. അങ്ങനെയുള്ളവര് ഞാൻ കണ്ടിട്ടുണ്ട്. കുഞ്ഞിലെ മുതലേ പഠിച്ചതായതുകൊണ്ട് അവരിങ്ങനെ ഡാൻസ് പെർഫോമൻസ് ഇപ്പോഴും ലൈഫിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. കൂടുതൽ അടുത്തറിഞ്ഞപ്പോഴാണ് അറിയുന്നത് അവര് ജസ്റ്റ് ഒരു 6-7 വർഷമായിരുന്നു ഡാൻസ് പഠിച്ചിട്ട്. മോളെ ചേർക്കാൻ പോയപ്പോൾ മോള് പഠിച്ചു തുടങ്ങി. അപ്പൊ അതിനുശേഷം മോള് വന്നിട്ട് ഇതിന്റെ ഓർണമെന്റ്സ് അത് വേണം ഇത് വേണം എന്ന് പറയുമ്പോൾ ഇയാൾക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയത്തില്ല. നമ്മൾ ഈ ഒരു ഡാൻസിന്റെ ഇതൊക്കെ അറിയാവുന്നവർക്ക് അറിയാം, ഇതിന്റെ ഓരോ ഓർണമെന്റ്സിന് ഓരോ പേരുണ്ട്. നമ്മളിങ്ങനെ തലയിൽ ഇങ്ങനെ 2 സ്ഥലത്തായിട്ട് വെക്കുന്ന, ഒന്ന് ചന്ദ്രൻ ഒന്ന് സൂര്യൻ, അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ കൺസെപ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇതിനെ പറ്റി അറിയില്ല. എന്നാൽ ഞാനും ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയേക്കാം. എനിക്ക് ആ ഒരു ആൾക്കാണെങ്കിൽ ചെറിയ പ്രായത്തിൽ ഇതൊന്നും ചെയ്യാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവരും ഇത് പഠിച്ചു തുടങ്ങും. അവർ പഠിച്ചു തുടങ്ങുന്നു. അവരത് അരങ്ങേറ്റം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നാട്ടിലൊക്കെ കാണാം, കുട്ടികളെ ജസ്റ്റ് അരങ്ങേറ്റം കഴിഞ്ഞ് അവരത് അവിടെ നിൽക്കും.
അതും പലരും പേരൻസിന്റെ ഒരു താല്പര്യത്തിനായിരിക്കും കുട്ടികളെ ഇതിന് വിടുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വർക്കിംഗ് വുമൺ ആണ് ഞാൻ ഈ പറഞ്ഞ ആള്, അവരൊരു അമ്മയാണ്, അവരുടെ കൂടെ ഏജ്ഡ് ആയിട്ടുള്ള പേരൻസ് സ്റ്റേ ചെയ്യുന്നുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. ഇത്രയും കാര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും അവർ ഡിഗ്രി എടുത്തു സെപ്പറേറ്റ് ആയിട്ട്, അവർക്കൊരു മകളുണ്ട്, അതിന്റെ ഒപ്പം തന്നെ അവർ ഡാൻസ് പഠിക്കാൻ പോകുന്നു. ഇന്നിപ്പോ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മാത്രമല്ല, ഇവിടെ കർണാടകയിൽ പോലും എല്ലാ മാസവും അവർക്കൊരു പ്രോഗ്രാം ഉണ്ട്. എല്ലാ മാസവും ഈ വർക്കിന്റെ ഇടയിൽ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് എപ്പോ സമയം കിട്ടുന്നു. എനിക്ക് ടൈം ഇല്ല എന്ന് പരാതി പറയുന്ന ഒരാളായിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കും അവർക്ക് ടൈം ഉണ്ട്, എന്തുകൊണ്ട് എനിക്ക് ടൈം കിട്ടുന്നില്ല? ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങുന്നതോ ഒന്നും കാണുന്നില്ല, കറക്റ്റ് ടൈമിൽ അവർ വരുന്നു, കറക്റ്റ് ടൈമിൽ വർക്ക് തീർത്തിട്ട് പോകുന്നു. പക്ഷെ അവരത് കഴിഞ്ഞുള്ള സമയം അവർക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. അവരുടെ ഡാൻസ് പെർഫോമൻസിന് വേണ്ടി ഒരുപാട് പ്രിപ്പറേഷൻ ചെയ്യാറുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി ഡാൻസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഗുരുവായൂർ പോയി ഡാൻസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെയുള്ള പ്രസിദ്ധമായ പല ക്ഷേത്രങ്ങളും, മൂകാംബികയിലൊക്കെ പോയി ഒരു പെർഫോമൻസ് ചെയ്യുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അതും വിത്ത് പേരൻസിനെ കൊണ്ട് പോകുമ്പോൾ അവർക്കും അതൊരു ഹാപ്പിനെസ് ആണ്, തന്റെ മകൾ ഈ ഒരു ഏജിലും ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ. കുഞ്ഞിലെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പൊ ചെയ്യുമ്പോൾ അത് അറ്റ് എ ടൈം പേരൻസിന് ഹാപ്പിനെസ് ആണ്, ആ മകൾക്ക് അതൊരു എന്താ പറയാ ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണ് അമ്മ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ സെൽഫ് ലവ്, മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ഒരാളുടെ കാര്യമാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ തോന്നിയത്. അത് മാത്രമല്ല, ഇപ്പോൾ റീസെന്റ് ആയിട്ട് അവര് യോഗ ക്ലാസ്സിന് പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നോർമലി ഞാൻ വിചാരിച്ചു നമ്മളൊക്കെ മെഡിറ്റേഷൻ ചെയ്യുന്നു, എക്സസൈസ് ചെയ്യുന്നത് പോലെ ജസ്റ്റ് ഒരു എക്സസൈസ് ആയിരിക്കും അവരുടെ ലൈഫിലേക്ക് അവർ ആഡ് ചെയ്തത്. അപ്പൊ അത് അതിനുവേണ്ടി മാത്രമായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മെനോപോസ്, അവരൊരു 40യോട് അടുക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ മെനോപോസിലേക്ക് കടക്കുമ്പോൾ ഇയാളാണ് എനിക്ക് പറഞ്ഞു തന്നത് നമുക്ക് ഒത്തിരി ഇഷ്യൂസ് ആയിരിക്കും അന്നേരം വരാൻ പോകുന്നത്. കുറെ മൂഡ് സ്വിങ്സ് വരും, ഹോർമോണൽ ഇംബാലൻസ്, ചിലപ്പോൾ രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെടും. ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഈ ഓരോ വ്യക്തികളുടെ ലൈഫിൽ ദേഷ്യം കൂടുന്നുണ്ടാവും. അപ്പൊ ഈ ദേഷ്യം അവരുടെ ഹസ്ബൻഡിലേക്കും മകളിലേക്കും പേരൻസിലേക്കും ആയിരിക്കും ഇവരിത് റിലീസ് ചെയ്യുക. നമ്മുടെ ചുറ്റിൽ ആരാണോ ഉള്ളത് അവരുടെ അടുത്തേക്ക് ആയിരിക്കുമല്ലോ നമ്മളിത് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാം. ആ ഒരു അവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ ലൈഫിൽ വരും എന്ന് അവർ അറിഞ്ഞത് കൊണ്ട് നേരത്തെ ഒരു 2 വർഷം മുന്നേ അവർ യോഗ പരിശീലിച്ചു. നമ്മുടെ യോഗ അറിയാലോ, നമ്മുടെ ബോഡി ഫ്ലെക്സിബിൾ ആവുന്നതിനൊപ്പം നമുക്ക് നമ്മുടെ മൈൻഡിനെ കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മൾ യോഗ പരിശീലിച്ചു കഴിഞ്ഞാല്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. നാളെ വരുന്ന മെനോപോസിനെ ഓർത്ത് ഇപ്പോഴേ അതിനു വേണ്ടി ബോഡീനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാള്. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരാളെ കണ്ടത്, അതുകൊണ്ടായിരിക്കും ഞാൻ ഇത്ര എക്സൈറ്റഡ് ആയത്. അപ്പൊ ഞാനത് എനിക്ക് അറിയാവുന്ന എല്ലാവരോടും, എൻ്റെ അമ്മേനോടാണേലും ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, അപ്പൊ നിങ്ങൾ ഇത് ചെയ്താൽ നന്നായിരിക്കും. നമുക്കറിയാം ആ ഒരു 30 മുതൽ 50 വയസ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ലൈഫിൽ അവരുടെ മക്കൾ വലുതായിട്ടുണ്ടാവും, ചിലരുടെ മക്കളുടെ കല്യാണപ്രായമായിട്ടുണ്ടാവും, ചിലർ ഹയർ സ്റ്റഡീസിന് പോകുന്ന സമയം. അതേസമയം ഈ സ്ത്രീന്റെ അച്ഛനും അമ്മയ്ക്കും വയസ്സായി, അവരുടേതായ അസുഖങ്ങൾ, ഹോസ്പിറ്റൽ കേസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോവുക. അപ്പൊ ഓൾറെഡി അവരൊരു പ്രഷറിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതിന്റെ ഇടയ്ക്ക് ഈ ഒരു ഹോർമോൺ ഇംബാലൻസും മൂഡ് സ്വിങ്സും കൂടി വരുമ്പോൾ ഒത്തിരി ഒത്തിരി പൊട്ടിത്തെറിയിലേക്ക് അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ മെന്റൽ ഹെൽത്തിനും ബോഡിക്കും വേണ്ടിയിട്ട് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, ഒത്തിരി അമ്മമാരുണ്ട് അവരുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് കുട്ടികളാണ്. നിങ്ങൾ ഇന്ന് ഹാപ്പി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അബ്രോഡുള്ള മോൻ അല്ലെ ഹസ്ബൻഡും ഇന്ന് വിളിച്ചില്ലെങ്കിൽ ഇന്ന് അവർ ഹാപ്പി അല്ല. അവരുടെ ഹാപ്പിനെസ് എപ്പോഴും ഡിപ്പെൻഡഡ് ആണ്. ഇപ്പൊ പല ക്ലാസ്സുകളിലും ഞാനും കേട്ടിട്ടുണ്ട്, നമ്മുടെ ഹാപ്പിനെസ് ആരും ഡിപ്പെൻഡഡ് ആയിരിക്കരുത്, നമുക്ക് ഹാപ്പിനെസ് നമുക്ക് കണ്ടെത്താൻ പറ്റണം. അതായത് ഇന്നിപ്പോ ഞാനൊരു ഒറ്റയ്ക്കാണ് ഇന്നൊരു ദിവസം എന്ന് പറഞ്ഞാൽ ആ ഒറ്റയ്ക്കുള്ള ദിവസം ഞാൻ ഒറ്റയ്ക്കായല്ലോ എന്ന് ചിന്തിക്കാതെ എനിക്കിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാലോ എന്ന് ചിന്തിച്ചു തുടങ്ങുന്നു. അന്ന് നമ്മുടെ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഫിസിക്കൽ ഹെൽത്തിനെ പറ്റി പറഞ്ഞു, മെന്റൽ ഹെൽത്തിനെ പറ്റി പറഞ്ഞു. അടുത്തത് എനിക്ക് ജസ്റ്റ് ആഡ് ചെയ്യാനുള്ളത് ബി എ ഇൻഡിപെൻഡന്റ് വുമൺ. നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട് ഈ ഇൻഡിപെൻഡന്റ് എന്നുള്ള വേർഡ്. എങ്ങനെയാണ് ഒരു ഇൻഡിപെൻഡന്റ് വുമൺ ഉണ്ടാവുക? നമ്മുടെ കയ്യിൽ ഒത്തിരി ക്യാഷ് ഉണ്ടെങ്കിൽ അവർ ഇൻഡിപെൻഡന്റ് ആവണമെന്നില്ല. ഇപ്പൊ വലിയൊരു വീടുണ്ട്, നല്ലൊരു വീട്, 2 നില വീടുണ്ട്, അത് ജീവിക്കുന്ന സ്ത്രീ ഇൻഡിപെൻഡന്റ് ആവണമെന്നില്ല. എഡ്യൂക്കേറ്റഡ് ആണ്, PhD എടുത്തിട്ടുണ്ട്, നല്ലൊരു ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, അവരൊരിക്കലും ഇൻഡിപെൻഡന്റ് ആവണമെന്നില്ല. ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ അവർക്കൊരു ഡിസിഷൻ സ്വന്തമായി എടുക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അവർ ഇമോഷണലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു സാഹചര്യത്തിൽ ഒറ്റയ്ക്കായാലും അവിടെ നമുക്ക് തന്നെ കയറി വരാൻ പറ്റണം. അതായത് അച്ഛൻ അല്ലെങ്കിൽ മറ്റൊരു ഹസ്ബൻഡ്, അവരുടെ സഹോദരങ്ങൾ, ഇവരുടെ ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്കൊരു സാഹചര്യത്തിൽ നേരെ നിൽക്കാൻ പറ്റുമ്പോൾ അവിടെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആവും.
അതുപോലെ തന്നെ മറ്റൊരു ഫാക്ടറാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ്. നമുക്കിവിടെ ഒരുപാട് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട് ബഷീർ സാറിന്റെ ആണെങ്കിലും. അപ്പൊ ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് എന്ന് പറയുമ്പോൾ ഇതില് മെയിൻ ആയിട്ടും ഇപ്പം നമുക്ക് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മുടെയൊക്കെ വീടുകളിൽ എത്ര പേരുണ്ടാവും പെൺകുട്ടികൾക്ക്, അല്ലെങ്കിൽ രണ്ടുപേർക്കും കൊടുക്കണം. ഞാൻ അങ്ങനെ ഈ ഒരു ടോപ്പിക് ആയതുകൊണ്ട് പെൺകുട്ടികൾക്ക് എടുത്ത് പറയുന്നതാണ്. ഈ ഫിനാൻസിനെ പറ്റി അറിയുന്ന എത്ര പെൺകുട്ടികളുണ്ടാവും നമുക്ക് അറിയത്തില്ല. നമ്മൾ ചെറുതിലേ വരുമ്പോഴാണെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയായിരിക്കും പൈസ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. ഇവൺ ഇപ്പൊ അവരൊരു പഠിച്ചൊരു ജോലിയിലേക്ക് കടന്നാൽ പോലും ഞാൻ ഇവിടെ ഒരുപാട് പേരെ ഇപ്പൊ കണ്ടതിൽ ശ്രദ്ധിക്കുന്നുണ്ട്, അവരുടെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന അവരുടെ അച്ഛനായിരിക്കും. ഇവര് മന്ത്ലി കിട്ടുന്ന ഇൻകം അച്ഛൻ അയച്ചു കൊടുക്കുന്നു, പിന്നെ അച്ഛൻ ഓരോ ആഴ്ച ഇവരുടെ ചെലവിനുള്ളത് തിരിച്ചയച്ചു കൊടുക്കുന്നു. ഏകദേശം ഒരു 23-24 വയസ്സായിട്ടും അവർ ആ ഒരു രീതിയാണ് ഫോളോ ചെയ്ത് പോകുന്നത്. അതേ സ്ത്രീകൾ നാളെ ഒരു മാരേജ് ലൈഫിലേക്ക് കടന്നു കഴിയുമ്പോൾ ഈ അച്ഛൻ എന്ന് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ഇവര് ഇതേപോലെ തന്നെ അവരുടെ ഹസ്ബൻഡിനെ ഹാൻഡ് ഓവർ ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ സംഭവിക്കുക എന്താന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു പൈസേന്റെ കാര്യങ്ങളെ പറ്റി അറിയത്തില്ല. എങ്ങനെ നമുക്ക് പൈസ ഹാൻഡിൽ ചെയ്യണം, അതായത് ഒരു വീട്ടിലാണെങ്കിലും ഇപ്പൊ അവരൊരു ഫാമിലി ലൈഫിലേക്ക് കടന്നു കഴിയുമ്പോൾ ഹസ്ബൻഡ് മാത്രമാണ് ഏൺ ചെയ്യുന്നതെങ്കിൽ ആ ഒരു സിംഗിൾ ഇൻകമേ നമ്മൾക്കുള്ളൂ. ആ ഒരു സിംഗിൾ ഇൻകത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് വീട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ആ ഒരു കാര്യം പഠിച്ചെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ഒരു എന്താ പറയാ നമ്മളൊരു ബോധവാന്മാരാവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ പണത്തിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം. അതൊക്കെ ചെറിയ പ്രായത്തിലേ നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും അങ്ങനെ ഒരു അവസരം കിട്ടണമെന്നില്ല. അപ്പം നമ്മുടെ ചൈൽഡ്ഹുഡിൽ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിന്നീട് അത് ചെയ്യാതിരിക്കേണ്ട, വീണ്ടും നമുക്ക് അതിനെപ്പറ്റി പഠിക്കാം. അതിലിപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സാലറി സ്വന്തം ഹാൻഡിൽ ചെയ്യുക. ഞാനൊക്കെ അങ്ങനെ സ്വന്തം ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ സാലറി ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ഞാൻ തന്നെയാണ് സേവ് ചെയ്യുന്നത്. എൻ്റെ സേവിങ്സ് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ അതിൻ്റെതായ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരോടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. എന്നോട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ബഷീർ സാറ്. എനിക്ക് ഫിനാൻസിനെ പറ്റി എന്ത് ഡൗട്ട് വന്നാലും ആ ഒരു അറിവുള്ള ഒരാളോടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും വീട്ടിലുള്ള ഒരാളോട് ചോദിച്ചാൽ അവർക്ക് ഇതിനെപ്പറ്റി അറിയണമെന്നില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ആ ഒരു എന്ത് കാര്യം നമ്മൾ ഒരാളോട് ചോദിക്കുന്നുണ്ടെങ്കിലും അതിൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരോട് മാത്രം നമ്മൾ ചോദിക്കാൻ ശ്രദ്ധിക്കുക. എനിക്കിവിടെ പറഞ്ഞു തന്ന ഫിനാൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ചുറ്റുവട്ടത്ത് കാണുന്ന ഒത്തിരി സ്ത്രീകളെ നമുക്ക് കാണാം. ജോലിയുള്ളവരുണ്ടാവും, ജോലി ഇല്ലാത്തവരുണ്ടാവും. ജോലിയുള്ളവരുടെ അവസ്ഥയും ഇതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരോട് ഇപ്പൊ ഒരു എമൗണ്ടിന്റെ കാര്യം ചോദിച്ചാൽ പറയാം എനിക്കറിയില്ല, ഹസ്ബൻഡ് ഹാൻഡിൽ ചെയ്യുന്നത്. ടാക്സ് എത്ര ഡിഡക്ട് ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് അറിയത്തുണ്ടാവില്ല, ഹസ്ബൻഡാണ് ഹാൻഡിൽ ചെയ്തത്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരാളുടെ അടുത്തുനിന്ന് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആണ്, അവര് ഇതുവരെ ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ചെയ്തിട്ടില്ല. ഇതൊരു വലിയൊരു എന്താ പറയാ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ഒരു ഡ്യൂട്ടി ആയിരുന്നു. അത് ഒരു കഴിഞ്ഞ വർഷം അതിന്റെ മുന്നത്തെ വർഷമായിരുന്നു തോന്നുന്നു, 2-3 വർഷമായി. ഒരു മാർച്ച് 31 മുന്നേ നമ്മൾ നമ്മുടെ പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്യണം. ഈ വർക്കിംഗ് വുമൺ ആയിട്ടുള്ള ഈ സ്ത്രീക്ക് ഇതുപോലും അറിയത്തുണ്ടായിരുന്നില്ല, കാരണം എല്ലാം ഹാൻഡിൽ ചെയ്തോണ്ടിരുന്ന ഇവരുടെ ഹസ്ബൻഡാണ്. അപ്പൊ ഹസ്ബൻഡ് മറന്നുപോയി, അവരും അതിന്റെ കാര്യം വിട്ടുപോയി. അങ്ങനെ അവർക്ക് വലിയൊരു എമൗണ്ട് ഫൈനായിട്ട് പേയ്മെന്റ് ചെയ്യേണ്ടി വന്നു. അത് റിട്ടേൺ വരും, എന്നാൽ ആ ഒരു ലോസ് ആ ഒരു കറന്റ് മൊമെന്റിൽ അവർക്ക് നടന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റിനെ പറ്റിയിട്ട് പറഞ്ഞത്. ഇത് പറയുമ്പോഴും എനിക്കിവിടെ മറ്റൊരു സ്റ്റോറിയാണ് ഓർമ്മ വരുന്നത്. ഇപ്പോ ഞാൻ ഈ പറയുന്നതൊക്കെ എൻ്റെ ചുറ്റുവട്ടത്ത് ഞാൻ കണ്ടതും എൻ്റെ അടുത്തുള്ള സുഹൃത്തുക്കളുടേതുമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റോറിയാണ്. അത് ഫസ്റ്റ് ഒരു വേറെ സ്റ്റോറിയാണ്. അതൊരിക്കലും ഒരു നെഗറ്റീവായിട്ട് നിങ്ങൾ കാണണ്ട, ജസ്റ്റ് ഒരു ബോധവൽക്കരണം. നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മുടെ ലൈഫിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പൊ ഈ ഒരു പെൺകുട്ടിക്ക് ഇപ്പൊ ഏകദേശം ഒരു 27-28 വയസ്സേ പ്രായം ഉണ്ടാവുള്ളൂ. അവരുടെ ഒരു കോളേജ് ലൈഫിൽ നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെയാണ് അവർ വിവാഹം ചെയ്തത്. അവർ നല്ലൊരു മേഖലയിൽ നല്ലൊരു കമ്പനിയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പൊ ഈ കല്യാണം കഴിച്ച ആൾക്ക് ആ ഒരു ഫീൽഡ് ആയിരുന്നില്ല, മറ്റൊരു മേഖലയിലേക്ക് പോകാനായിരുന്നു താല്പര്യം. അപ്പൊ നമ്മൾ അതത്ര കാര്യമാക്കില്ല. പാർട്ട്ണർ ഇപ്പൊ ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് ജീവിച്ചാൽ മതി. അപ്പൊ അവര് തന്നെ മുൻകൈ എടുത്ത് അവരുടെ വീട്ടിൽ പറഞ്ഞ് ഇവർ രണ്ടുപേരും കല്യാണം കഴിയുന്നു. അവര് ലൈഫ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളതാവുമ്പോൾ, അല്ലെ നമ്മൾ സാധാരണ ഒരു ചിന്താഗതിയിൽ പോകുന്ന ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഫിനാൻസ് ആയിക്കോട്ടെ ഓർണമെന്റ്സ് ആയിക്കോട്ടെ, നമ്മുടെ A to Z പിന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക നമ്മുടെ ഹസ്ബൻഡ് ആയിരിക്കും. അപ്പൊ അതുപോലെ തന്നെ ഇവരുടെ ലൈഫിൽ സംഭവിച്ചു. ഹസ്ബൻഡിന് ഒത്തിരി ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടീന്റെ ഓർണമെന്റ്സ് ചോദിച്ചു, ഇവളത് എടുത്തു കൊടുത്തു. അതും മാത്രമല്ല, അവരൊരു ബിസിനസ്സിലേക്ക് കടന്ന സമയത്ത് കുറച്ച് ഫിനാൻസിന്റെ ഒരു ആവശ്യം വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ പെൺകുട്ടീന്റെ സാലറി സ്ലിപ്പ് വെച്ചിട്ടാണ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഏകദേശം ഒരു 25-30 ലക്ഷത്തിന്റെ അടുത്തായിരുന്നു ആ ലോൺ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഓരോരോ ആവശ്യങ്ങൾ ഓരോ മാസം വരെയാണ്, കാറ് വാങ്ങണം, അല്ലെങ്കിൽ പുതിയ വീട്ടിലേക്ക് മാറണം. അപ്പൊ ഓരോ കാര്യത്തിനും ഇവരുടെ സാലറി സ്ലിപ്പ്, ഇവരുടെ ക്രെഡിറ്റ് കാർഡ്, ഇവരുടെ ഓർണമെന്റ്സ്, ഇത് മാത്രമാണ് ഇങ്ങനെ എടുത്തു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഒരു 1-2 വർഷം കഴിഞ്ഞപ്പം ഇവരുടെ ലൈഫിൽ വലിയൊരു കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായി, അവർക്ക് പിരിയേണ്ടതായി വന്നു.
അപ്പൊ അങ്ങനെ ഒരു ഡൈവോഴ്സിലേക്ക് മൂവ് ചെയ്തപ്പം അവിടുത്തെ ലീഗൽ അഡ്വൈസർ ആയിട്ടുള്ള അഡ്വക്കേറ്റ്സ് പറയുമ്പോഴാണ് ഈ പെൺകുട്ടി അറിയുന്നത് ഇവളീ പേയ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ലോണൊന്നും ഒരിക്കലും ഹസ്ബൻഡിനെ കൊണ്ട് ഇനി അടപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ നിയമത്തിന്റെ മുന്നിൽ ലോൺ എടുത്തിരിക്കുന്ന വ്യക്തി ഈ പെൺകുട്ടി മാത്രമാണ്. അത് ഏത് ആൾക്ക് വേണ്ടി എടുത്തു എന്നുള്ളത് അത് അവിടെ ക്വസ്റ്റ്യൻ അല്ല. ബാങ്കിന്റെ മുന്നിൽ പേയ്മെന്റ് ചെയ്യുന്നത് ഈ പെൺകുട്ടിയാണ്. എടുത്തിരിക്കുന്ന ഇവളുടെ സാലറി സ്ലിപ്പ് വെച്ചിട്ടാണ്. അപ്പൊ ഇവള് തന്നെ പേയ്മെന്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. ഇനി വേറൊരു സാഹചര്യത്തിൽ അത് ഈ ഒരു ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഈടാക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു നഷ്ടപരിഹാരം വാങ്ങാം എന്ന് വെച്ചാൽ പോലും ഈ പറയുന്ന ഭർത്താവിന് സ്വന്തമായിട്ടൊരു വീടോ അവരുടെ സ്വന്തം പേരിൽ ഒന്നും തന്നെ ഇല്ല, ഒരു പ്രോപ്പർട്ടിയോ ഫിക്സഡോ ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണല്ലോ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് ഇതിന് പോകാതെ തന്നെ അവരൊരു മ്യൂച്വൽ ഡൈവേഴ്സിലേക്ക് കടന്നു. ഇന്നിപ്പം ഡൈവേഴ്സ് ആയതിനു ശേഷം അവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇനിയും അടുത്ത 5-10 വർഷം അവർ ഈ ലോൺ അടച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ കൂടെ ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് അവർ ഇനിയും ഇപ്പോഴും പേയ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇനി അവരുടെ ജോലി അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതിന്റെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ലോൺ പേയ്മെന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ 25 ലക്ഷം എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല അതിന്റെ ടെന്യൂർ പീരീഡ് എങ്ങനെയാണ്, അത് അടച്ചു തീർക്കണം. ഇനിയിപ്പോ നമുക്ക് അതിനകത്ത് ചേഞ്ചസ് വരുത്താം. പക്ഷെ എങ്ങനെയാണെങ്കിൽ പോലും ആ കൂടെ ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ആ കുട്ടി ഇപ്പോഴും പേയ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷെ അവൾ ഫിനാൻഷ്യലി അവെയർ ആയിരുന്നെങ്കിൽ, അവളെ പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യേണ്ടി വരില്ലായിരുന്നു. ഇപ്പം ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവൾ പറയും എനിക്കന്നത് അറിയില്ലായിരുന്നു. ഒരുപാട് പെൺകുട്ടികൾ, ഒരുപാട് സ്ത്രീകൾ ഒരു പെട്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. കാരണം അവര് വിചാരിക്കുന്നത് ഭർത്താവിനെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഗോൾഡ് കൊടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് കൊടുത്ത് ആ ഒരു രീതിയിലാണ്. അത് മാത്രമല്ല, ആ ഒരു കുട്ടീന്റെ പേ സ്ലിപ്പ് വെച്ചിട്ട് ഹസ്ബൻഡ് മാത്രമല്ല ലോൺ എടുത്തിരിക്കുന്നത്, അവരുടെ ഇൻലോസ്, അതായത് ബന്ധത്തിലുള്ളവരൊക്കെ ഇവളെ നന്നായി യൂസ് ചെയ്തിട്ടുണ്ട്. അതൊന്നും വന്ന ആ ഒരു പാവം സ്ത്രീക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവര് വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ചോദിക്കുന്ന എല്ലാം കൊടുക്കണം, അങ്ങനെയാണ് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കേണ്ടതെന്നാണ്. ഇന്ന് അവരത് മാറ്റി പറയും. നമ്മളോട് ഒരാൾ സ്നേഹത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ അത് ആരാണെങ്കിലും, ഹസ്ബൻഡ് ആണെങ്കിലും നാളെ നമ്മുടെ റിലേറ്റീവ്സ് ആരാണെങ്കിൽ പോലും, അതൊരു പണത്തിനെ ബേസ് ചെയ്തിട്ടാണ്. പണം കൊടുത്താൽ അല്ലെങ്കിൽ ഇന്ന സംഭവം കൊടുത്താലാണ് അതൊരു സ്നേഹമാവുന്നത് എന്നൊരാൾ പറയുകയാണെങ്കിൽ ആ റിലേഷൻ നമ്മൾ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ആ ഒരു പെൺകുട്ടി വീണ് അവൾ അതിൽ നിന്ന് ഓവർകം ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കത് ഫിലിമിലും ഒരു സോങ്ങിലൊക്കെ കാണുമ്പോൾ ഒരു സോങ് കൊണ്ട് ആള് റിക്കവറായി വരുന്നത് കാണാം. പക്ഷെ അതൊരു റിയൽ ലൈഫിൽ നടക്കുമ്പോൾ ഒരു ഡൈവോഴ്സ്, അതിനുശേഷം നമ്മുടെ ലൈഫിൽ നടക്കുന്ന ട്രോമ, നിങ്ങൾക്കറിയാം ഡൈവോഴ്സ് ആയിട്ടുള്ള ഒരു സ്ത്രീനെ ഇപ്പോഴും മോശമായി കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു റിലേറ്റീവ്സിന്റെ കല്യാണത്തിന് പോകാൻ പറ്റത്തില്ല, ഒരു 4 ആൾ കൂടുന്ന സ്ഥലത്ത് ഇപ്പോഴും ആൾക്ക് പോകാൻ പറ്റില്ല. കാരണം എല്ലാവരും ഇങ്ങനെ കുത്തി കുത്തി സംസാരിക്കും. അതുകൊണ്ട് അവർ വീട്ടിൽ പോകാറില്ല. അങ്ങനെ ഒത്തിരി ട്രോമയിലൂടെ കടന്നു പോകും. അപ്പൊ ഞാൻ ഈ സ്റ്റോറി പറഞ്ഞത് രാവിലെ തന്നെ നിങ്ങളെ നെഗറ്റീവ് അടുപ്പിക്കാനല്ല. ഇതിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാനുണ്ട്. നമ്മളൊരു പെൺകുട്ടീനെ വളർത്തുമ്പോൾ, നിങ്ങൾക്ക് എല്ലാവർക്കും പെൺകുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ സഹോദരിമാരുണ്ടാവും, അല്ലെങ്കിൽ നമ്മളൊരു സ്ത്രീകളാണ്. നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ട കാര്യം നമ്മുടെ സേഫ്റ്റി എപ്പോഴും നമ്മൾ തന്നെ നോക്കും. എല്ലാ കാര്യങ്ങളും നമ്മുടെ നിന്ന് നഷ്ടപ്പെട്ടിട്ട് നാളെ കരയുന്നതിലോ, അല്ലെ എല്ലാവർക്കും ഇങ്ങനെ വരണം എന്നല്ല, ഇതൊരു അവയർനെസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, നമ്മൾ എന്താ പറയുക, ലേൺ ടു സേ നോ, ചൂസ് പീപ്പിൾ വൈസ്ലി, എല്ലാം നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ ആഡ് ചെയ്ത് നമുക്ക് റീതിങ്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ഞാൻ പറഞ്ഞു ഇമോഷണൽ എന്താ പറയുക ഇൻഡിപെൻഡൻസ്. നമ്മളിപ്പോ ഫിനാൻഷ്യലി മാത്രം ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യമില്ല. നമുക്ക് ഇമോഷണലി നമ്മൾ ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇമോഷണലി സ്ട്രോങ് ആയിരിക്കണം. അതുപോലെ തന്നെയാണ് ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്. നമ്മുടെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ വരുന്നു കഴിയുമ്പോൾ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റണം. അതെല്ലാം നമ്മൾ ഈ ഒരു ഇൻഡിപെൻഡന്റ് വുമണിൽ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. അപ്പൊ ഒരു സ്റ്റോറിയും കൂടി പറഞ്ഞിട്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാം. അത് എനിക്ക് എന്താ പറയാ, പറയുമ്പോൾ ഞാൻ നല്ല പ്രൗഡാണ്. എൻ്റെ ഗ്രാൻഡ് മദറാണ്. ആള് ഇപ്പം ജീവിച്ചിരിപ്പില്ല. ഞാൻ അന്ന് ജീവിച്ചിരുന്ന സമയത്ത് ആളുടെ ഇത്രയും ക്വാളിറ്റീസ് ഒന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ടോപ്പിക്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ മനസ്സിൽ വന്നപ്പോഴാണ് ആ ഒരു വ്യക്തിന്റെ ലൈഫിലുണ്ടായിരുന്ന ഗുണങ്ങളും അവരുടെ ആ ഒരു കഴിവുകളും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്റെ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റഡ് ആയിരുന്നില്ല. ആൾക്ക് എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല. അപ്പൊ ഞങ്ങളുടെ വീട് വയനാടാണ്. അപ്പൊ അന്ന് അവരൊരു 70-80 വർഷം മുന്നേ എനിക്ക് തോന്നുന്നു കോട്ടയം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ കാട് കയറി വന്നൊരു ആൾക്കാരാണ്. അന്ന് അവര് വന്നത് കാട് വെട്ടിത്തെളിച്ച് അത് കൃഷിഭൂമിയാക്കി കൃഷി ചെയ്ത് തുടങ്ങിയവരാണ്. പിന്നെ നമ്മളിപ്പോ പറയുമ്പോൾ ഒത്തിരി സ്ത്രീകൾ അവരുടെ ഇൻകം, അവരുടെ എന്താ പറയാ സ്വത്തുക്കളെ എല്ലാം ഹസ്ബൻഡിന്റെ പേരിലായിരിക്കും. പക്ഷെ എന്റെ ഗ്രാൻഡ് മദർ അവരുണ്ടാക്കിയെടുത്ത അത്രയും ഭൂമി അത് അവരുടെ പേരിൽ തന്നെ വേണമെന്ന് ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞു. ആ അച്ഛൻ അത് ചെയ്തു കൊടുത്തു. അപ്പൊ എല്ലാം വെല്ലുമിച്ച് നേടിയെടുത്ത അത്രയും ഭൂമി, അല്ലെങ്കിൽ അവർ കൃഷി ചെയ്ത അത്രയും ഭൂമി വെല്ലുമിച്ചിന്റെ പേരിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ചെറുതായിരിക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കളിച്ചു നടക്കുന്ന സമയമാണല്ലോ. പിന്നീട് ഇപ്പൊ ചിന്തിക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഇത്രയും സ്ഥലം സ്വന്തമായി ഉണ്ടായിരുന്നു.
അവർക്ക് 10 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്, അതും 7 ആൺമക്കളും. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, മക്കൾക്ക് ജോലി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മമാര് പിന്നെ ജോലിക്ക് പോകില്ല, എപ്പോഴും മക്കളുടെ അടുത്തായിരിക്കും പൈസ ചോദിക്കുന്നുണ്ടാവുക, മൊത്തം ഒരു അവരുടെ ഡിപ്പെൻഡഡ് ആയിരിക്കും ഹസ്ബൻഡ് അല്ലെങ്കിൽ മക്കള്. പക്ഷെ എന്റെ ഗ്രാൻഡ് മദർ അങ്ങനെ ആയിരുന്നില്ല. അവർക്ക് സ്വന്തം ഭൂമി ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ അവർ വെറുതെ ഇരിക്കുന്നത് കണ്ടിട്ടില്ല. എഴുത്തും വായന അറിയാത്ത ആള് പുറത്ത് ജോലിക്ക് പോകുന്നു, പൈസ വാങ്ങുന്നു. അപ്പൊ ഞാൻ വലുതായപ്പോ ചോദിച്ചിട്ടുണ്ട്, ഇതെങ്ങനെയാണ് എണ്ണാൻ അറിയില്ലല്ലോ, പിന്നെ എങ്ങനെ വല്യമ്മച്ചി പൈസ വാങ്ങുന്നത്? അപ്പൊ അവര് ടിപ്സ് പറഞ്ഞു തന്നത്, എനിക്ക് 10 വരെ ഞാൻ എണ്ണാൻ പഠിച്ചു, ഒരു 10 ഞാൻ എടുത്ത് മാറ്റി വെക്കും, എന്നിട്ട് ഞാൻ അടുത്ത 10 എണ്ണിക്കൊണ്ടിരിക്കും, അങ്ങനെയാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇതേ ആള് നമ്മുടെ പറമ്പിൽ കിട്ടുന്ന ഓലമടലുണ്ട്, അത് ചീകിയിട്ട് ചൂലുണ്ടാക്കുന്നു. പല തരത്തിലുള്ള ചൂലുകൾ അവരുണ്ടാക്കും, 5 രൂപേന്റെ 10 രൂപേന്റെ. അപ്പൊ 1-2 വട്ടം സ്കൂളിൽ പോയപ്പോ എന്റെ കയ്യിൽ തന്നു വിട്ടിട്ടുണ്ട്, ഇതൊന്ന് ടൗണിൽ കൊടുത്ത് പൈസ വാങ്ങിയിട്ട് വരുമെന്ന് ചോദിച്ചു. അപ്പൊ അതൊരു അഡീഷണൽ ഇൻകം ആയിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ആയിരുന്നു ആ ഒരു വ്യക്തികൾ. എന്നും ഞാനൊക്കെ അതിന് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് വേറൊരു ഇൻകം, സിംഗിൾ ഇൻകത്തിൽ ജീവിക്കുന്നതാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്റെ വല്യമ്മച്ചിക്ക് കൃഷി സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ആദായം, അവര് ചൂല് വിറ്റ് അങ്ങനെ കുറച്ച് ചെറിയൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബശ്രീ വഴി കയറ് പിരിക്കാൻ അവർ പഠിച്ചു. ഈ കയറ് പിരിക്കുന്നതിന്റെ ഒരു എന്താ പറയുക, ചെറിയൊരു സംഭവം ഞങ്ങളുടെ തറവാട്ടിലായിരുന്നു അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിലും മുന്നിൽ നിന്ന് ഇതെല്ലാം ചെയ്തത് വെല്ലുമിച്ചിയാണ്. അങ്ങനെ അവര് വേറൊരു തൊഴിൽ പഠിച്ചു, അത് ചെയ്യുന്നു. അപ്പൊ അവരുടെ ആ ഒരു മരണം വരെ ഞാൻ കണ്ടൊരു കാര്യം എന്താന്ന് വെച്ചാൽ, അവരെപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിരുന്നു. ഒരിക്കൽ പോലും പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്താ പറയാ, ഹസ്ബൻഡിന്റെ അടുത്തോ, ഇത്രയും മക്കളുണ്ടായിരുന്നപ്പോൾ ഒരു മക്കളോട് പോലും മോനെ എനിക്കൊരു 10 രൂപ തരുമോ അല്ലെങ്കിൽ ഒരു 50 രൂപ തരുമോ എന്ന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ മക്കൾ അമ്മേനെ ആശ്രയിക്കുന്ന ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്. അതിപ്പോഴും എനിക്ക് പ്രൗഡായിട്ട് തോന്നും. ഒരാളുടെ അടുത്തും പൈസയ്ക്ക് വേണ്ടി അങ്ങോട്ട് പോയില്ല, പക്ഷെ ആൾക്കാരെ അവർ ഇങ്ങോട്ട് വരുത്തിച്ചു. ആ മരണം വരെ അങ്ങനെ ജീവിക്കാന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ചിന്തിക്കുമ്പോൾ അതൊരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. അന്ന് എനിക്കത് തിരിച്ചറിയാനുള്ള ഒരു ബോധം ഉണ്ടായിരുന്നില്ല, പക്ഷെ എനിക്കിതും കൂടി ഒന്നും കൂടെ ആഡ് ചെയ്യണം എന്ന് തോന്നി. അപ്പൊ ഇന്ന് നമുക്കറിയാം, ആരും ഉണ്ടാവില്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇല്ലാത്ത ആൾക്കാര്. അപ്പൊ അന്ന് എഡ്യൂക്കേഷൻ ഇല്ലാത്ത അത്രയും പഴയ കാലഘട്ടത്തിൽ ജീവിച്ച ഒരാൾക്ക് അത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് മക്കളുടെ കല്യാണത്തിന് സഹായിക്കുക, പേരക്കുട്ടികളായിട്ടുള്ള ഞങ്ങൾക്കൊക്കെ എല്ലാ വർഷവും അല്ലെങ്കിൽ ഓരോരോ പിറന്നാളിനും നമുക്ക് ഗോൾഡ് എടുത്ത് തരിക, എന്തൊക്കെയെങ്കിലുമൊക്കെ സമ്മാനം തരിക, അത് അന്നത്തെ കാലത്ത് ഒരു ഗ്രാൻഡ് മദറിന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മളൊന്ന് റീതിങ്ക് ചെയ്യാം. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ഞാൻ വിട്ടുപോയ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, നമുക്കത് ഡിസ്കസ് ചെയ്യാം, ഹെൽപ്ഫുൾ ആയിരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഇത് ഞങ്ങൾ വിമൻസിന് ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടൊരു ക്ലാസ് ആണ്. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഫീഡ്ബാക്സ് അറിയിക്കാനായി ബാക്കി ബി മാജിക് മെമ്പേഴ്സിനെ ക്ഷണിക്കുന്നു. താങ്ക് യു ആരതി. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് പ്രീത. വളരെ നല്ലൊരു ക്ലാസ്. ശരിക്കും പറഞ്ഞ സ്ത്രീകള് നമ്മളെ കുറിച്ച് ചിന്തിക്കാത്ത, ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കുറെ മോട്ടിവേറ്റഡ് ആയി നമ്മൾ ബി മാജിക്കിലൊക്കെ വന്നിട്ട്, എന്നാൽ പോലും മനസ്സിന്റെ ചെറിയൊരു കോണില് അത് അവിടെ ഉണ്ട്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുക എന്നുള്ള ഒരു കാര്യം തന്നെ. പക്ഷെ ശ്രീകൃഷ്ണ ഒന്നും കൂടി അത് എങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ മനസ്സിലുള്ള ആ ചിന്താഗതി എന്നുള്ളത് വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെ കറക്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നല്ലൊരു ക്ലാസ് മോളെ, നല്ലൊരു ക്ലാസ്. ഇതേപോലെ വീണ്ടും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നല്ലൊരു ക്ലാസ്, വളരെയധികം മോട്ടിവേറ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് മാഡം, മാഡം പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റ് ആണ്. നമ്മള് നോ പറയാൻ പഠിച്ചിട്ടില്ല. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മളെ കൂടെ ഉള്ളവരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലുള്ള ബുദ്ധിമുട്ട്, പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക, നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുക, ഇമോഷണലായിട്ട് നമ്മൾ ഭയങ്കര ഡിപ്പെൻഡന്റ് ആണ്, ഇതെല്ലാം ഫിനാൻഷ്യലി ഡിപ്പെൻഡന്റ് ആണ്. പിന്നെ നമുക്ക് ഒരു ഡിസിഷൻ എടുത്ത് അതെന്താണെന്നുള്ളത് അതിൻ്റെതായ രീതിയിൽ ചെയ്യാൻ പറ്റാതിരിക്കും. ഇങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ പ്രശ്നമാണ്. പല സ്ത്രീകളും അങ്ങനെ തന്നെയാണ്, ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീകളും പലരും പിന്നെ ഇതിൽ വന്നതിന് ശേഷം ഇപ്പൊ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിലും ഈ പറഞ്ഞതുപോലെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മളെ മെന്റൽ ഹെൽത്തും എല്ലാം, അത് മെന്റൽ ഹെൽത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി മാഡം പറഞ്ഞതുപോലെ യോഗയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷെ പലരും അതിനു വേണ്ടി സമയം കളയുന്നില്ല. ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ഞാനെന്ന് പറയുമ്പോൾ ഇപ്പൊ ഇതിലൊക്കെ വന്നതിന് ശേഷം ഇപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എനിക്ക് എന്റെ മൂത്ത ഒരാളുണ്ട്, പുള്ളിക്കാരിക്ക് ഇതൊന്നും പറ്റൂല, എല്ലാം അതേ പഴയ കണക്കിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമ്മളെ ഹെൽത്ത് ഇഷ്യൂസ് ആയാലും നമ്മളെ മെന്റൽ ഹെൽത്ത് തന്നെയാണ് നമ്മളെ ഹെൽത്തിന്റെ
പ്രശ്നം, ഹെൽത്തിൽ ഇഷ്യൂ ഉണ്ടാക്കുന്നത്. അതെല്ലാം വളരെ നീറ്റായിട്ട് വളരെ ബ്രീഫായിട്ട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാഡം മനസ്സിലാക്കിയത്. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാഡം, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാഡം. താങ്ക് യു. Thank you. മാജിക് മോർണിംഗ്. Magic morning, ma'am. നല്ല പ്രസന്റേഷൻ, നല്ല ടോപ്പിക്ക്. ഷീറോസ് എന്ന ടോപ്പിക്ക് കൊണ്ടുവന്നിട്ട് ഒരു ശരാശരി സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ച്, അതായത് അവളുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ നല്ലൊരു ടോപ്പിക്കായിരുന്നു മോള്. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരാൾക്കാരെ ചൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. അതായത് ഇപ്പോഴും ഉണ്ട് നമുക്ക് സ്വയം ജീവിക്കാൻ മറന്നു പോയിട്ടുള്ളവരൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ബിമാജിക്കിലൂടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ പ്രചോദനപരമായ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടാണ് ഇപ്പോഴും കുറച്ചൊക്കെ നമുക്കൊക്കെ കുറേ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. നല്ലൊരു ക്ലാസ് ആയിരുന്നു മോളെ കേട്ടോ. നല്ല പ്രസന്റേഷൻ, നല്ല ടോപ്പിക്ക്. ഓക്കെ. താങ്ക് യു മോളെ, താങ്ക് യു. ഓക്കെ ശ്രീഷ്മ, ഗുഡ് മോർണിംഗ്. നല്ലൊരു പ്രസന്റേഷൻ. കാരണം ഒരു വിമൺ എംപവർമെന്റ് ഒരു ടോപ്പിക്ക് തന്നെ. തീർച്ചയായിട്ടും ഒരു ലേഡിയുടെ ജീവിതത്തിൽ എത്രയെത്ര ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു, ആ ഘട്ടങ്ങളിലൂടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്, അവയെ നമ്മൾ എങ്ങനെ തരണം ചെയ്യും. തീർച്ചയായിട്ടും ഇവയെ പറ്റിയൊന്നും അവയർനെസ് ഇല്ലാതെയാണ് ഒരു 80% ലേഡീസും നമ്മുടെയൊക്കെ ഇടയിൽ ജീവിക്കുന്നത്. ശരിക്കും ഇതിനെപ്പറ്റി ഒരു അവയർനെസ്സും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടെ നമുക്കൊരു ധൈര്യത്തോടു കൂടി നമ്മളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് മാനേജ് ചെയ്യുവാനും നല്ല രീതിയിൽ നമുക്ക് ജീവിക്കുവാനും ഒക്കെ എങ്ങനെ സാധിക്കും എന്നുള്ള സൊല്യൂഷൻസ് ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു ക്ലാസ് ആയിരുന്നു. സൂപ്പർ ക്ലാസ്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു വെരി മച്ച്. മാജിക് Krishna ma'am, മോർണിംഗ്. magic Hi, morning. ma'am. Magic morning, Divya, ma'am. നല്ല ക്ലാസ് ആയിരുന്നു. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ പറയാനുള്ളത്. സൂപ്പർ ക്ലാസ്. നമ്മളെ മനസ്സിലാക്കി, നമ്മളുടെ പോരായ്മകളെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് മാനസികമായും ശാരീരികമായുള്ള ഒരു ഹെൽത്ത് വർദ്ധിക്കുകയും അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. താങ്ക് യു സോ മച്ച്. നല്ലൊരു ക്ലാസ്. Thank you so much. മാജിക് മോർണിംഗ്. Magic നല്ലൊരു morning, ma'am. ക്ലാസ് ആയിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കരുതുന്നത് ഇപ്പൊ ലേഡീസിനുള്ള ക്ലാസ് ആയിരിക്കുമോ, ഇന്നിപ്പോ ക്ലാസ്സിൽ വെറുതെ ഇരിക്കേണ്ടി വരുമെന്ന്. പക്ഷെ ക്ലാസ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതൊക്കെ ഒരു പാരന്റിങ് ക്ലാസ് കൂടെ ആണെന്നുള്ളത്. നമുക്കൊക്കെ പെൺകുട്ടികളുള്ളതാണ്, ചെറിയ ബേബി ഉള്ളതാണ്, പിന്നെ വൈഫ് ഉള്ളതാണ്. അവരൊന്നും ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ. അവർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കാമല്ലോ. ഇതിന് റെക്കോർഡിംഗ് ക്ലാസ് വരുമ്പോൾ പിന്നെ കൊടുക്കാമല്ലോ. ഞാൻ പറഞ്ഞ പോലെ അവരെ പിന്നെ ചെറിയൊരു കുഞ്ഞു ബേബി ഉള്ളതുകൊണ്ട് അവരുടെ ഉറക്കം, അതുപോലെ തന്നെ അവരെ വെയിറ്റ് ലോസിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ ഒക്കെ പറയാം. എക്സസൈസ് കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ തിരക്കുള്ള ആളുകളാ എന്നൊക്കെ പറയും. എക്സസൈസിന് സമയമല്ല, മെഡിറ്റേഷൻ സമയമല്ല. പക്ഷെ ഇവിടെ സുക്കർബർഗും അയലൻ മസ്കും അതേ മമ്മൂട്ടി നമ്മളെ പാട്ടിൽ 100 ഇരട്ടി തിരക്കുള്ള ആളുകൾ വരെ ഇതൊക്കെ പ്രോപ്പറായി ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ദിവസത്തിൽ അരമണിക്കൂർ 1 മണിക്കൂർ നമ്മളെ ജീവിതത്തിന് വേണ്ടി മാറ്റി വെക്കുന്ന ആളുകളാണ്. സാധാരണക്കാരനായ നമുക്കൊക്കെ പിന്നെ എന്താ ഇത്ര തിരക്ക് എന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചു മാഡത്തിന്റെ ക്ലാസ് കേട്ടപ്പോൾ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ വളർന്നു വരുന്ന തലമുറ, അതായത് ഒരു 15, 18, 20 എല്ലാ ഏജിലുള്ള കുട്ടികളും, അതായത് 14 വയസ്സിന് മേലോട്ടുള്ള എല്ലാ കുട്ടികളും നിർബന്ധമായിട്ട് കേൾക്കേണ്ട ഒരു ക്ലാസ് ആണെന്ന് തോന്നി. വളരെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ള, ഇന്നത്തെ ക്ലാസ് ആയാലും ഇന്നലത്തെ ക്ലാസ് ആയാലും ഒക്കെ നമ്മൾ ലൈഫിൽ ഓരോ ക്ലാസ്സും ഓരോ ദിവസം ഇങ്ങനെ കേട്ടുകൊണ്ട് പോയി എന്തെങ്കിലും ഗുണം നമ്മുടെ ജീവിതത്തിലേക്ക് വേണമെങ്കിൽ ഈ ക്ലാസ്സുകളൊക്കെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ്. ഏതായാലും രാവിലെ തന്നെ ഒരു പുസ്തകമല്ല 2 പുസ്തകം വായിച്ചൊരു ഫീൽ കിട്ടി. അത്രത്തോളം അറിവ് കിട്ടി. താങ്ക് യു. Thank you so much, Professor. മാജിക് മോർണിംഗ്. Magic കൃഷ്ണ മാം, morning. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാൻ Thank you. ആദ്യം ടോപ്പിക് വായിച്ചപ്പോൾ 2 പാർട്ടായിട്ട് വാങ്ങി. നിങ്ങൾ ഷീറോസ് എന്ന് പറഞ്ഞതിന് ഷീ റോസ് എന്നുള്ളതാണ് ഞാൻ അങ്ങനെ കരുതിയത്. കാരണം അവരെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയായിട്ട് ഇന്നത്തെ ക്ലാസ് കിട്ടി. അപ്പോ
ശരിക്കും പറഞ്ഞാല് സ്ത്രീകൾക്ക് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞ പല പോയിന്റും ആണുങ്ങൾ കൂടിയിട്ട് അത് പ്രാവർത്തികമാക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ഇതിൽ മനസ്സിലായത്. അവർക്ക് മാത്രമുള്ള എല്ലാ പോയിന്റും ആണുങ്ങൾക്കും അതെ കൂടി അത് പ്രാവർത്തികമാക്കാൻ പറ്റും, ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ഫിസിക്കലായാലും മെന്റലായാലും അതിനുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കണം. അതുപോലെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത്, എല്ലാം നമുക്ക് അറിഞ്ഞോളന്നില്ല. അപ്പൊ നമുക്ക് അറിയാത്തത് നല്ല വിദഗ്ധരോട് ചോദിക്കാന്ന് പറഞ്ഞത് വളരെ നന്നായി. അതുപോലെ തന്നെ മാത്തിന്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യം, സൈക്കോളജി പഠിക്കാനും ഡയൻസ് പറയുന്നത്, അപ്പൊ ഒരു നല്ലൊരു മോട്ടിവേഷൻ ഫ്രണ്ട് കിട്ടിയത് തന്നെ ഒരു ഭാഗ്യമാണ്. അതുപോലെ തന്നെ നിങ്ങളെ വല്യമ്മച്ചിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫിനാൻഷ്യലായാലും ശരി, എന്തായാലും ശരി, അപ്പൊ ഒരു നല്ല മാർഗദർശികള് നിങ്ങൾക്ക് മുന്നിൽ സ്വന്തം ഫാമിലിയിൽ നിന്ന് കിട്ടാനും അല്ല വളരെ അടുത്ത് തന്നെ കിട്ടാനും ഉപകരിച്ചു എന്നുള്ളതാണ്. അപ്പൊ എല്ലാത്തിലും ഒരു പക്വതയോട് കൂടിയിട്ട് ഉണ്ട്. നല്ല ഒഴുക്കോടുള്ള ക്ലാസ് ആയിരുന്നു, നല്ല പ്രസന്റേഷൻ ആയിരുന്നു, ഒരുപാട് പോയിന്റ് സ്വന്തം ജീവിതാനുഭവങ്ങളൊക്കെ ചേർത്ത് പറഞ്ഞു. നന്നായിരുന്നു. താങ്ക് യു വെരി മച്ച്. നല്ല ക്ലാസ്. മാജിക് മോർണിംഗ് മുസ്തഫ സർ. ടോപ്പിക് നല്ല ടോപ്പിക്കായിരുന്നു. നല്ല ഒഴുക്കായി, നല്ല ക്ലാസ്, നല്ല ഉദാഹരണം പറഞ്ഞു. ഫാമിലിയിൽ നിന്ന് നല്ല ടോപ്പിക് ആയിരുന്നു. കാരണം എന്റെ വൈഫും കുട്ടികളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പക്ഷെ അവര് ഇതിലില്ല, അത് വേറെ കാര്യം. ഇന്നൊരു എല്ലാവരും ഇത് കേട്ട് ഫാമിലിയിൽ കൊണ്ടുവരേണ്ട ഒരു നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള ക്ലാസ്സുകൾ. തീർച്ചയായും മാം, ഉടനെ തന്നെ ഞാൻ അടുത്ത ക്ലാസ്സുമായിട്ട് വരുന്നതായിരിക്കും. ഇതുപോലത്തെ ഒരു ക്ലാസ് പ്രതീക്ഷിക്കുന്നു. മാജിക് മോർണിംഗ് മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. ഒരു സ്ത്രീ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഇങ്ങനെ പോയിന്റ് ആയിട്ട് ഈസി ആയിട്ട് പറഞ്ഞു തന്നു, ആർക്കും മനസ്സിലാവേണ്ട രീതിയിൽ. പിന്നെ മാമിന്റെ ഫ്രണ്ടിന്റെ മുത്തശ്ശിരൊക്കെ അത് ഒരു നല്ലൊരു മോട്ടിവേഷൻ കിട്ടിയതെന്ന്. നല്ലൊരു ക്ലാസ് ആയിരുന്നു, നന്നായിട്ട്. ഇനി ഇതേപോലത്തെ നല്ലൊരു ക്ലാസ് ആയിട്ട് വരണം. ഉറപ്പായും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഷീറോസ് എന്ന ടോപ്പിക്കിൽ വുമൻസിനെ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് എടുത്ത ഈ ക്ലാസ് വളരെ മനോഹരമായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി ഇന്ന് ഈ ക്ലാസ് എടുത്ത ശ്രീഷ്ണ മാമിന് താങ്ക് യു. ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു ശ്രീഷ്ണ മാം. താങ്ക് യു. താങ്ക് യു ശ്രീഷ്ണ മാം. താങ്ക് യു ഓൾ. താങ്ക് യു കൃഷ്ണ മാം. താങ്ക് യു ഓൾ. താങ്ക് യു.